ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അളവുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതിന് ഒരു പ്രത്യേക അളവ് പറയുന്നത്. ഒരു ലേറ്റ് 20s 25 to 28 ഉള്ളിലുള്ള ഏജ്, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏജിലാണ് ഇത്രത്തോളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കുണ്ട്. അപ്പോൾ ഒരിക്കലും നോൺ കഴിക്കാതിരുന്ന പ്രശ്നമൊക്കെ സോൾവ് ആവും എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് നോൺ കഴിക്കാം, നിങ്ങൾക്ക് കഴിക്കാം, അതിൻ്റെ കൂടെ തന്നെ ഇത്ര എമൗണ്ട്, ഈക്വൽ എമൗണ്ടിൽ നിങ്ങളൊരു ദിവസം ഒരു ചിക്കൻ പീസ് കഴിച്ചാലും ഇത്രയും അളവ് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനഃശോധന, മോഷൻ പ്രോപ്പർ ആയിരിക്കും. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് കൊണ്ട് ഭക്ഷണ രീതി എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വയനാട്, ഊട്ടി ആ ഒരു സൈഡിൽ നിന്നുള്ള പേഷ്യൻസിന് നമുക്ക് ഹീലിംഗ് മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മസാജ് ത്രൂഔട്ടായിട്ട് ചെയ്തുകൊണ്ട് പോകും. കൂടെ എക്സസൈസ്, കൂടെ ഡയറ്റ്, ഇത് മൂന്നും ആണ് പ്രധാനമായിട്ടും വെരിക്കോസ് വെയിൻ്റെ പോസ്റ്റ് കെയർ ആയിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. ഡോക്ടർ പ്രധാനമായിട്ട് മേനോവെക്കൽ ഡോക്ടർ ആണെങ്കിൽ മേനോവെക്കൽ ടൈപ്പ് ഓഫ് കേസസ് ആണ് കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ വെരിക്കോസ് വെയിൻ ആ ടൈപ്പ് കേസാണ് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ ഈ പറഞ്ഞ രണ്ട് ഡിസീസിലും കോമൺ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഡയറ്റ് ആയിക്കോട്ടെ, അതേപോലെ ഹെറിഡിറ്ററി ആയിട്ടുള്ള വരുന്ന ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, ഈ രണ്ട് ഡിസീസസ് തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഈ പറഞ്ഞ പൈൽസ് ഫിസ്റ്റുല പോലുള്ള കേസസിലും അതേപോലെ വെരിക്കോസ് അൾസേഴ്സിലും അല്ലെങ്കിൽ വെരിക്കോസ് വെയിനിലും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ എന്നുള്ളത് പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? 100% ഈ അസുഖങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസസ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സാധാരണ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ ഒബേസിറ്റി ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് ഈ പറഞ്ഞ അസുഖങ്ങൾ. പലപ്പോഴും നമുക്ക് OP കേസ് വന്നു, പ്രൊസീജിയർ ചെയ്തു, അസുഖം മാറി. അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ പീരീഡിൽ നമ്മൾ പേഷ്യൻസിനോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണത്. ഈ പിന്നീടുള്ള ജീവിത രീതികൾ അവർ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇത്തരം അസുഖങ്ങൾ ഇനിയും വരാം. അത് ഈ പ്രൊസീജിയറിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ചികിത്സാ രീതിയുടെ പ്രശ്നമോ അല്ല, അത് ഈ പറഞ്ഞ ജീവിത രീതിയുടെ തന്നെ പ്രശ്നമാണ്. ജീവിത രീതി പ്രശ്നമായിട്ട് വന്ന അസുഖമാണെങ്കിൽ ജീവിത രീതി തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് അത് ഹെമറോയിഡ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ നന്നായിട്ട് കാണാറുണ്ട്. ഫിസ്റ്റുലയിൽ അത്ര തന്നെ ബന്ധമില്ലെങ്കിലും ഹെമറോയിഡ്സിൽ അത് വളരെ നന്നായിട്ട് നമുക്ക് അനുഭവമാണ്. ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ പറഞ്ഞ ഒരുതരം വെരിക്കോസ് വെയിൻസ് തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ അത് വരുമായിരിക്കും. ഇതിൽ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക. നമ്മൾ മുമ്പേ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ട ആളുകളിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലമായപ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഭക്ഷണം കഴിക്കും, ഏതെങ്കിലും സമയത്ത് കഴിക്കും, കൃത്യമായൊരു ചിട്ടയോ സമയമോ കാര്യങ്ങളോ ഇല്ല. പ്രത്യേകം ആയുർവേദ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ദഹനശക്തി ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനനുസരിച്ചുള്ള മാത്രാവത്ത് ആഹാരം എന്നാണ്. ഓരോരോ ഡൈജസ്റ്റീവ് കപ്പാസിറ്റിക്ക് അനുസരിച്ചും കഴിക്കേണ്ട അളവ് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിക്കണം. അതുപോലെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് ഒരു അളവുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതിന് ഒരു പ്രത്യേക അളവ് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ടൈമില്ല, കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണ രീതിയില്ല. കഴിക്കുന്നതിൽ തന്നെ കൂടുതലും ജങ്ക് ഫുഡ്സും അതേപോലെ തന്നെ പുറമേയുള്ള ബേക്കറി അങ്ങനെയുള്ള ആഹാരങ്ങളായിരിക്കും ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ട് സംഭവിക്കുന്നത് അയാളുടെ പ്രോപ്പറായിട്ട് ദഹനം സംഭവിക്കാതിരിക്കുകയും പലപ്പോഴും അതൊരു സിവിയർ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു അബ്സോർപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇത് ചെന്ന് എത്തിക്കുന്നുണ്ടാകുന്നത്. അപ്പോൾ വെരിക്കോസിൻ്റെ കണ്ടീഷൻസിലും അങ്ങനെ തന്നെയാണ്. പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ നല്ലൊരു മാറ്റം ഈ ജീവിത രീതിയിൽ വരുത്തുമ്പോൾ തന്നെ റിസൾട്ട് കാണുന്നുണ്ട്. ഇന്നിപ്പം OPയിൽ വന്നിരിക്കുന്ന ഒരു 3 കേസ്, അത് 3 ഹെമറോയിഡ്സ് ആണ്. 3 പേര് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പോൾ അവർക്ക് സീസണാണ്. ഓവർ നൈറ്റ് 24 അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഫുൾ വർക്ക് ചെയ്ത് ഇന്ന് ഉറങ്ങാണ്ടാണ് അയാൾ OPയിൽ വന്നിരിക്കുന്നത്. കോൺസ്റ്റിപ്പേഷനാണ്, ഹെമറോയിഡ്സ് ഉണ്ട്. ഫുഡ് എന്താ വെച്ചാൽ ഇവർ ഈ പാർട്ടി ഉണ്ടാവുമല്ലോ, പാർട്ടിയിലെ ഫുഡാണ് ഇവർ എടുക്കുക, ഫുൾ ചിക്കനാണ് എടുക്കുന്നത്. അതുകൊണ്ട് 3 കേസും ഏകദേശം ഒരുപോലെ തന്നെ പ്രശ്നം, ഒരേ ഏജ് ഗ്രൂപ്പുകാരും. അതാണ് എല്ലാം ഒരു ലേറ്റ് 20s 25 to 28 ഉള്ളിലുള്ള ഏജ്, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏജിലാണ് ഇത്രത്തോളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുന്നത്. കൃത്യമായ ശോധനയില്ല, കൃത്യമായ ഉറക്കമില്ല. അപ്പോൾ രാത്രിയിൽ ജോലി ചെയ്ത ഒരാൾ അതിൻ്റെ ഉറങ്ങാതിരുന്നു, 6 മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പകുതി സമയം പകൽ ഉറങ്ങണം എന്നാണ് ആയുർവേദം പറയുന്നത്. ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 7 ദിവസത്തെ ഒരു ഷെഡ്യൂളിന് അവർ ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നൈറ്റെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അയാൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 24 മണിക്കൂറും കണ്ടിന്യൂസ്ലി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ദഹനം അവർക്ക് ഉണ്ടാവുന്നില്ല, കൃത്യമായിട്ടുള്ള ശോധന ഉണ്ടാവുന്നില്ല. ഉറപ്പായും ഒരു 30-35 ആകുമ്പോഴത്തേക്കും അവർക്ക് നല്ല രീതിയിൽ നല്ല ബൾജ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രീതിയിലുള്ള മാസ്
എന്തായാലും അവർക്ക് നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ പ്രൊസീജിയർ ചെയ്ത് ഒഴിവാക്കിയാലും അവർക്കൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവരത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു വരാം. അവിടെ റെക്കറൻസിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൻ്റെ ഇമ്പോർട്ടൻസ് വെരിക്കോസിൻ്റെ കേസിലും ഹെമറോയിഡ്സിൻ്റെ കേസിലും കണ്ടിട്ടുള്ളത്. നല്ല രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റ് നൽകിയാലും തിരിച്ചു വരാത്ത രീതിയിൽ കൂടുതലായിട്ട് ചിക്കൻ കഴിക്കരുത്, കൂടുതലായി ചൂടുള്ള കാലാവസ്ഥ വരുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം, പ്രോപ്പറായിട്ടുള്ള നാരടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണം എന്നുള്ളൊരു അഡ്വൈസ് കൂടി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ വെരിക്കോസിന്റെ കാര്യത്തിലും പേഷ്യന്റ് പലപ്പോഴും ചോദിക്കും, ഇതോടെ എന്റെ വെരിക്കോസ് പൂർണ്ണമായിട്ട് മാറുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു സിംഗിൾ ഗ്രേഡ് അല്ലെങ്കിൽ ഒരു 2 ഗ്രേഡൊക്കെ റിവേഴ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ റിവേഴ്സ് ചെയ്ത് ഈ വെയിൻസിന്റെ ആ ഒരു കേളിങ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് അസിംറ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റും പലപ്പോഴും ട്രീറ്റ്മെന്റ് കഴിയുന്ന ഒരു സമയത്ത്. പക്ഷേ ഈ ഒരു നമ്മളിപ്പോൾ ലാസ്റ്റ് ടൈമിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഉണ്ട് എല്ലാവർക്കും. ഇന്ന പോലുള്ള ഭക്ഷണം കഴിക്കൂ കൂടുതലായിട്ട്. അപ്പോൾ അവർ ചോദിക്കും നോൺ കഴിക്കാതിരുന്ന പ്രശ്നമൊക്കെ സോൾവ് ആകും എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് നോൺ കഴിക്കാം, നിങ്ങൾക്ക് കഴിക്കാം. അതിന്റെ കൂടെ തന്നെ ഇത്ര എമൗണ്ടിൽ, ഈക്വൽ എമൗണ്ടിൽ അല്ലെങ്കിൽ അതിന്റെ 2 ഇരട്ടി എമൗണ്ടിൽ ഫൈബർ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് കൂടുതലായി കഴിക്കൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും അവർക്ക് അത് എന്താ പറയാ, അവരെ ലൈഫിനെ മൊത്തത്തിൽ നമ്മൾ ചുരുക്കി കളയുന്നുള്ള ഒരു തോന്നലാണ് പലപ്പോഴും പേഷ്യൻസിൽ ഉണ്ടാവുക. അതെ, ഇപ്പം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എത്ര പച്ചക്കറി കഴിക്കണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 കിലോ പച്ചക്കറി ഒരു ദിവസം കഴിക്കണം. 250 ഗ്രാം പച്ചക്കറി കഴിച്ചാൽ ഓക്കെയാണ്. 250 ഗ്രാം പച്ചക്കറി തന്നെ അത്ര അധികമൊന്നും വേണ്ട. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചൊക്കെ ഉപ്പേരിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ അളവായി. അപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു ചിക്കൻ പീസ് കഴിച്ചാലും ഇത്രയും അളവ് വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മലശോധന, ആ മോഷൻ പ്രോപ്പറായിരിക്കും. അതിന് നമ്മൾ മനസ്സിലാക്കില്ല. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ ആളുകൾ പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ അവരുടെ ജീവിതം മുഴുവൻ ചുരുക്കി അരസികമാക്കി കളയാൻ ആഗ്രഹിക്കുന്നവരല്ല. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഫുഡ് ഹാബിറ്റ്സ് പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസും. കാരണം ഇപ്പോൾ ഹെമറോയിഡ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും വെരിക്കോസിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഒരു ദിവസം മിനിമം നമ്മുടെ ശരീരത്തിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് മിനിമം ഒരാൾ 5 കിലോമീറ്റർ എങ്കിലും ഒരു അഡൽട്ട് നടക്കുന്നുണ്ടാവണം എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വീടിൻ്റെ ഉള്ളിലുള്ള ഒരു സമയം നടക്കുന്നതല്ലാതെ ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ പുറത്ത് പോകുന്ന 2 വീലേഴ്സിലോ അല്ലെങ്കിൽ 4 വീലേഴ്സിനോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു കുറഞ്ഞ ദൂരം പോലും ആളുകൾ നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പലപ്പോഴും. അപ്പോൾ ഇത് നമ്മുടെ അബ്സോർപ്ഷനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും പിന്നീട് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നം ഉണ്ടാക്കുകയും ഈ 2 അസുഖങ്ങൾക്കും ഹെമറോയിഡ്സിനും വെരിക്കോസിനും കോൺസ്റ്റിപ്പേഷൻ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് കാണാറുള്ളത്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ എന്നുള്ളതുകൊണ്ട് ഭക്ഷണ രീതി എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാലും നല്ലപോലെ വ്യായാമം ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ അയാൾക്ക് രോഗാവസ്ഥയ്ക്ക് അത്രയും ഡിഗ്രി ഒരു സിവിയറിറ്റി ഉണ്ടാവില്ല എന്ന് ആയുർവേദം പറയുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു വരിക. അതാണ് 2 മാറി കിട്ടാനുള്ള ഒരു വഴി. മുമ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ 50 വയസ്സാണ് പൊതുവെ ഇത്തരം അസുഖങ്ങളുടെ നമ്മളൊരു കട്ട് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ പറയും. അതിൽ ആ വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ കാണുക എന്നൊക്കെയുള്ള സർവൈസാണ് നമ്മൾ അധികം കാണുക. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒപ്പികളിൽ കാണുന്നത് 25 വയസ്സോ 30 വയസ്സോ ഉള്ള ചെറുപ്പക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിഷയം ഈ ജീവിതശൈലി പ്രശ്നങ്ങൾ തന്നെ. വ്യായാമമില്ലായ്മ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും ഇങ്ങനെ ഉറക്കൊഴിക്കുകയും ജോലി കറക്റ്റ് ടൈമിൽ മീറ്റ് ചെയ്യാതെ അങ്ങനെ ആ ഒരു ഇതാകുമ്പോൾ വർക്ക് പ്രഷറും കൂടി വരുമ്പോൾ ഭയങ്കരമായ സ്ട്രെസ് അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. അതും ഇതിനൊരു വലിയ ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. അതെ, ഇപ്പൊ വെരിക്കോസിന്റെ കാര്യം എടുത്താലും അത്തരത്തിൽ പലപ്പോഴും കാണാറുണ്ട്. ഈ പറഞ്ഞ നമ്മൾ എക്സസൈസ് ഒക്കെ കുറച്ചുകൂടി സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ ഡെയിലി ഒരു 1/2 മണിക്കൂർ നിങ്ങൾക്ക് പറ്റുന്ന ഡിസ്റ്റൻസിൽ നടക്കുക. ഇതൊക്കെ പറയുന്ന സമയത്ത് തന്നെ ആദ്യമുള്ള ഇപ്പോ വെരിക്കോസിലെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ ഈ പറഞ്ഞ കാല് കടച്ചില് അല്ലെങ്കിൽ കാലിലെ കൂടെ നീര് വരുന്നു എന്നൊക്കെയുള്ളതാണ്. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള എക്സസൈസിലും അവരുടെ ഫുഡ് കൺട്രോളിലും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിലൊരു ചേഞ്ച് കിട്ടും. ഇവൻ മെഡിക്കേഷൻ പോലും ആ സമയത്ത് ചിലപ്പോൾ ആവശ്യം വരില്ല. എങ്കിലും നമുക്ക് ക്വിക്കായിട്ട് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻസ് ഇൻഡ്യൂസ് ചെയ്ത ശേഷം ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി അവർക്ക് ഒരു ബുദ്ധിമുട്ട് മാറുന്നവരെ അവർക്ക് കൃത്യമായി ഫോളോ ചെയ്ത് പോകുമെങ്കിലും പിന്നീട് അവർക്കത് ജീവിതത്തിൽ തിരക്കൊണ്ട് തന്നെയാണ്, അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതൊരു പൊതു സത്യമാണ്. അതായത് ചെറുപ്പക്കാർക്ക് ഒരിക്കലും അവർ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കില്ല. നമ്മളൊരു റിട്ടയർമെന്റ് ലൈഫിന് ശേഷം മറ്റു അസുഖങ്ങൾ വന്നു തുടങ്ങുമ്പോഴാണ് അയ്യോ എന്ന് വിചാരിക്കുക. അതുവരെ ആരുടെ തലയിലൊന്നും കയറില്ല. പൊതുവെ ഇന്ന് ചെറുപ്പക്കാരിൽ സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഹാബിറ്റ്സും കൂടി വരുന്നു. നമ്മുടെ ഒപ്പിൽ അത് വളരെ കൂടുതലായിട്ട് ആളുകൾ ഭക്ഷണം ചിക്കൻ ഒഴിവാക്കിയാലും ഡ്രിങ്ക്സ് വല്ലപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എന്ന് പറയും. ഈ ചൂടായ ആഹാരങ്ങളും ചൂടായിട്ടുള്ള ഡ്രിങ്ക്സും നമ്മൾ കഴിക്കുന്നതും പൊതുവെ കേരളത്തിലിപ്പോൾ നിങ്ങൾ കൊറോണയ്ക്ക് മുമ്പേ കണ്ടതിനേക്കാളും അറിയാം അല്ലേ, ഒരു 2-3 ഡിഗ്രി വരെ ഇത് പുറത്ത് ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നമ്മുടെ ശരീരത്തിൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ
കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും ഭക്ഷണങ്ങളോ എക്സസൈസുകളോ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. വളരെ കൂടുതലായിട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളുകൾക്ക്, സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഈ വക ബുദ്ധിമുട്ടുകൾ കൂടുതൽ തന്നെയായിരിക്കും. ഞരമ്പ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് കൂടുതൽ തന്നെയായിരിക്കും. അപ്പോൾ അതൊരു പ്രത്യേക ഏജ് എത്തിയിട്ട് നമ്മൾ ചിന്തിക്കാമെന്ന് കരുതിയിട്ട് കാര്യമില്ല. പലപ്പോഴും 50 വയസ്സാകുമ്പോഴത്തേക്കും നമ്മുടെ നല്ല ആരോഗ്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ഇന്ന് കണ്ട OP കണ്ട 3-4 കേസുകളിൽ എല്ലാവരും ഒക്കേഷണൽ ഡ്രിങ്കിങ് ഉള്ള ആളുകളായിരുന്നു. അതും പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ ഒട്ടും കാലി വയറായിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്പനി കൂടുകയും പിന്നീട് അവർ നോർമലായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വളരെയധികം ഇതൊരു ഡീപ്പർ ലെവൽ ടിഷ്യൂസിലേക്ക് അഫക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാലാവസ്ഥയുടെ കാര്യം പറയുമ്പോൾ ചൂട് കാലം, അത് ചൂട് ശരീരപ്രകൃതിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ചൂട് ഉള്ള ഭക്ഷണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഹെമറോയിഡ്സിൻ്റെയും പൈൽസിൻ്റെയും അതുപോലെ തന്നെ ഫിഷറിൻ്റെയും ബുദ്ധിമുട്ട് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫിഷർ കേസുകൾ കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ ഫിസ്റ്റിലെ സംബന്ധിച്ച് അതൊരു ഞാനൊന്ന് ഒബ്സർവ് ചെയ്ത സംഭവമാണ്, എനിക്കത് അത്രത്തോളം ശരിയാണെന്നറിയില്ല. ഫിസ്റ്റിലെ കേസുകൾ പൊതുവെ തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് കൂടുതലുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞാനിങ്ങനെ അനലൈസ് ചെയ്ത സമയത്ത് കണ്ടത് സർക്കുലേഷൻ കുറയുന്നത്, അതുപോലെ പൊതുവെ തണുപ്പ് കാലാവസ്ഥ അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷം എല്ലാത്തിനെയും ചുരുക്കി കളയുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രെയിനേജും കാര്യങ്ങളും നടക്കാതെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയലും കെട്ടിയെന്ന് അങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ പെരിയനൽ ആബ്സസ്, കുരു, അതും ഈ ചൂട് കാലത്ത് കൂടുതലാകും. ചൂട് കാലമാവുക, ഒരു പിത്തപ്രകൃതി അല്ലെങ്കിൽ ചൂട് ശരീരമുള്ള ഒരാളാവുക, ഉറക്കമൊഴിക്കുക, എരിവുള്ളത് കഴിക്കുക, ഇങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും അയാൾക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ വെരിക്കോസിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചൂട് കാലത്താണ് ഇതിന്റെ സിംറ്റംസ് ഒക്കെ വളരെ കൂടുതലായിട്ട് ആളുകൾ പരാതി പറയാറ്. പക്ഷെ അതേസമയം ഈ അൾസർ കേസസ് കുറച്ച് കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഈ തണുപ്പ് സീസണിലാണ്. മേ ബി പറഞ്ഞ പോലെ അതും ഈ തണുത്ത പ്രദേശത്തുള്ളവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടുക്കി, അതുപോലെ വയനാട്, ഊട്ടി ആ ഒരു സൈഡിൽ നിന്നുള്ള പേഷ്യൻസിന് നമുക്ക് ഹീലിംഗ് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഏരിയാസിൽ നിന്ന് വരുന്ന പേഷ്യൻസിനെക്കാട്ടിലും ഹീലിംഗ് കുറച്ചുകൂടി സ്ലോ ആണ്. അത് മേ ബി ആ തണുപ്പ് ക്ലൈമറ്റിൽ അവരുടെ സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടും ആ മെറ്റബോളിക് പ്രൊഡക്ട്സ് അവിടുന്ന് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടും ആവാം ഈ പറഞ്ഞ പ്രോബ്ലം കൂടുതലായി കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇപ്പോൾ ലോവർ ലിംബിൽ നമ്മൾ റിവേഴ്സ് മസാജ് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ വെരിക്കോസിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് പൊതുവെ സ്റ്റഡീസിൽ കാണുന്നുണ്ട്. ഡോക്ടർ എക്സ്പീരിയൻസിൽ അത് നല്ല റിസൾട്ടാണ്. പക്ഷെ ബേസിക്കലി ഒരു ക്ലിനിക്കൽ കൺസൾട്ടേഷൻ കഴിഞ്ഞ് അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഈ DVT പോലുള്ള ഡിസീസ് ഉണ്ടാവും, അല്ലെങ്കിൽ തോമസ് ഫോർമേഷൻ ഏതെങ്കിലും വെയിൻസിൽ ഉണ്ടെങ്കിൽ അവിടെ മസാജ് ചെയ്യുന്നത് കുറച്ച് റിസ്ക് എലമെന്റ്സ് കൂടുതലുള്ള ആണ്. അപ്പോൾ അത്തരം കേസസിൽ നമ്മൾ ഒരിക്കലും മസാജ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അല്ലാത്ത കേസസിൽ ജനറലി സൂപ്പർഫിഷ്യൽ വെയിൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പെർഫറേറ്റ് ഇൻകോമ്പിറ്റൻസി ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കേസസിൽ മാത്രമാണെങ്കിൽ നമുക്ക് മസാജ് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റും. അത് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇവൻ ഇപ്പോൾ വെരിക്കോസ് വെയിൻ കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട് കാലുകളിൽ, ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് വരുന്ന കണ്ടീഷൻ, അതൊക്കെ നമുക്ക് 100% വരെ ചേഞ്ച് കിട്ടിയ പേഷ്യൻസ് ഉണ്ട് ഈ മസാജ് കൊണ്ട് ടെക്നിക്ക് ഫോളോ ചെയ്ത് പോകുന്ന പേഷ്യൻസിന്. നമുക്ക് പൊതുവെ ട്രീറ്റ്മെന്റിന്റെ ആഫ്റ്റർ ആയിട്ട് ഒരു പോസ്റ്റ് കെയർ ആയിട്ട് നമ്മൾ പലപ്പോഴും പറയുക, നിങ്ങൾ മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മസാജ് ത്രൂ ഔട്ടായിട്ട് ചെയ്തുകൊണ്ട് പോകും, കൂടെ എക്സസൈസ്, കൂടെ ഡയറ്റ്. ഇത് മൂന്നും ആണ് പ്രധാനമായിട്ടും വെരിക്കോസ് വെയിന്റെ പോസ്റ്റ് കെയർ ആയിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറ്.